സ്പീക്കർ എ എൻ ഷംസീറിന് ഇപ്പോൾ ഗണപതി മിത്തല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. കാരണം തിരഞ്ഞെടുപ്പ് എത്തിയിട്ടുണ്ടല്ലോ. മാമിന് എന്താ തോന്നുന്നത്? പടിവാതിക്കലെത്തി. മാത്രമല്ല അദ്ദേഹം പറയുകയാണ്, ഭഗവാന്റെ പൈസ വെച്ച് നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ശബരിമലയെ ഉദ്ധരിച്ചാണ് പറയുന്നത്. പ്രജിതയ്ക്ക് ഓർമ്മയുണ്ടാവും, തൃപ്പൂണിത്തറ MLA ആയിരുന്നു M സ്വരാജ്. അദ്ദേഹം തോക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അയ്യപ്പൻ്റെ അവിടെ ഈ സ്ത്രീകളെ കേട്ടുവാൻ വേണ്ടി ആക്രാന്തം പിടിച്ച് CPM-കാർ ഓടി നടക്കുമ്പോൾ അവർ പറഞ്ഞത് കോടതി വിധിയാണ്, അത് ഞങ്ങൾ മാനിക്കുന്നു, അത്രേ ഉള്ളൂ. ശരി, ജനങ്ങളുടെ ആണല്ലോ ദൈവം എന്ന് പറയുന്നത്. ഈ പറയുന്ന ആൾക്കാർക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽ വനിതകളെ പ്രീസ്റ്റാക്കുവാനോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ വനിതകൾക്ക് അവരോടൊപ്പം നിസ്കരിക്കുവാനോ ഒന്നുമുള്ള അവകാശം കൊടുക്കണം തോന്നുന്നില്ല. ആർക്കും അതിന് വേണ്ടി കേസ് കൊടുക്കണം തോന്നുന്നില്ല. അത് വേറെ വിഷയം. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ അയ്യപ്പനും ദേവിയും കൂടെ ഒരുമിച്ചാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞു മാളികപ്പുറത്തമ്മയായിട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് എന്ത് പറ്റി? അല്ലല്ല, അതുകൊണ്ട് 7 നിലയിൽ പൊട്ടി. 7 നിലയിൽ തൃപ്പൂണിത്തറയിൽ അദ്ദേഹം പൊട്ടി. അവർക്ക് കിട്ടിയൊരു സീറ്റാണ്. CPM-ന് ഒരിക്കലും തൃപ്പൂണിത്തറ കിട്ടാത്തതാണ്, കോൺഗ്രസിൻ്റെ സീറ്റാണ്. കിട്ടിയ സീറ്റിനെ കൊണ്ട് അദ്ദേഹം തിരിച്ചങ്ങോട്ടേക്ക് K ബാബുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല. നമ്മൾ വിശ്വസിക്കുന്ന മതത്തിൽ നമ്മൾ വിശ്വസിച്ചോട്ടെ. നമ്മൾ വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? മുസ്ലിം വനിതകൾ ഇങ്ങനെ ചെയ്യണമെന്നോ ക്രിസ്ത്യൻ വനിതകൾ ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മളുടെ കാര്യത്തിൽ മാത്രം കയറി ഇവരെന്തിന് തലയിടണം? നമ്മളെല്ലാവരുടെ അടിമകളാണോ? നമ്മൾ എന്തിനു ഇവർ ഭരിക്കണം? പ്രജിത, ഇന്നലെ ഞാൻ TV-യിൽ കണ്ടൊരു ന്യൂസാണ്. ദേവസ്വമാണ് കൊടുത്തിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള പൈസ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ആദ്യം അവർ പറഞ്ഞത് സ്പോൺസർഷിപ്പിൽ നിന്ന് കിട്ടുന്നു. പാവം ധനലക്ഷ്മി ബാങ്കിനെ ഊറ്റിപ്പിടിഞ്ഞ് അവരാണ് ദേവസ്വത്തിൻ്റെ ബാങ്ക്. അതിൽ നിന്ന് കുറച്ച് കോടി രൂപ വലിച്ചു എന്നല്ലാണ്ട് വേറെ ഒരു പൈസയും ഇവർ എടുത്തിട്ടില്ല. അറ്റ് ദ സെയിം ടൈം മന്ത്രിമാരും പലരും, ഞാനിവിടെ പേര് പറയുന്നില്ല കാരണം അത് TV ചാനൽ പറഞ്ഞു, പേരുകൾ എല്ലാവരുടെയും പറഞ്ഞു, നല്ലോണം കളക്ഷന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പൈസയൊക്കെ ഇലക്ഷൻ ഫണ്ടിലേക്കാണ് വക മാറ്റിയിട്ടുള്ളതെന്നാണ് കേട്ടറിവാണ്. ഐ സ്റ്റാൻഡ് കറക്റ്റഡ് എന്ന് പ്രത്യേകം പറയുന്നു. പ്രജിത, നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ അയ്യപ്പ സംഗമത്തിൽ മുഴുവനും ടാഗിട്ട ആൾക്കാരാണ് ഇരുന്നിരുന്നത്. ഇന്നലെയും അവർ കാണിക്കുന്നുണ്ട് ഓരോ ഒന്നിനു വേണ്ടിയിട്ട്, അതായത് എങ്ങനെ അയ്യപ്പന്മാർക്ക് ദർശന സൗകര്യം കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാക്കാം, അവരുടെ വരവും പോക്കും എത്ര മെച്ചപ്പെട്ടതാക്കാം, അങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ട് നടന്നു. അവിടെയൊക്കെ 10ഉം 20ഉം പേരാണ് ഇരിക്കുന്നത്. ക്ലാസ് നയിക്കുന്നത്, സെമിനാർ നയിക്കുന്നത് വലിയ വലിയ മഹാന്മാരും. ഇത് ആർക്ക് വേണ്ടിയാണ് നടത്തിയത്? ഇന്നലത്തെ വിചിത്രമായൊരു വാദം, ദേവസ്വം ബോർഡിന് അവരുടെ 75-ാം വർഷത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തണമെന്ന് തോന്നി. എന്നാൽ ഗുരുവായൂരപ്പൻ്റെ സംഗമം നടത്താൻ തോന്നിയില്ലല്ലോ. കൂടുതൽ ഊറ്റിയത് ഇപ്പുറത്തുനിന്ന് ആയതുകൊണ്ട് അവിടെ നടത്തണമല്ലോ. കാരണം ഈ അവിടെയാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരുന്നത് പോലും. അതെ, ഹിന്ദുക്കളുടെ മനസ്സ് തപിച്ചതും ഹിന്ദുക്കൾ ഒന്നാണെന്ന് അവർക്ക് മനസ്സിലായതും അയ്യപ്പൻ്റെ അടുത്ത് ഈ രഹന ഫാത്തിമ അല്ലെങ്കിൽ ബിന്ദു അമ്മിണിയൊക്കെ ഇങ്ങനൊന്നും ഓടിപ്പോയുള്ളൂ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നിങ്ങൾ വിശ്വസിക്കില്ല, ഞാനന്ന് വളരെ ആക്റ്റീവായി ഇതിൽ പങ്കെടുക്കുകയും എനിക്കെതിരെ ധാരാളം കേസുകൾ ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ആ സമയത്ത് നമ്മൾ വിളിക്കാണ്ട് തന്നെ എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നൊരു ജാഥ പോയപ്പോൾ ഞാനൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വളരെ വളരെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകൾ ജാഥയുടെ പുറകിൽ നിൽക്കുന്നുണ്ട്. ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ മനസ്സ് തപിച്ചിരിക്കുന്നു. ഒരിക്കലും അവർ പുറത്തിറങ്ങി ഒരു ജാഥയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ആൾക്കാരെ അല്ല ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ അതുകൊണ്ടൊരു ഗുണമുണ്ടായിട്ടോ. ഹിന്ദുക്കൾക്ക് മനസ്സിലായി, അല്ല അവർക്ക് മനസ്സിലായി, അതായത് LDF സർക്കാരിന് മനസ്സിലായി, ഹിന്ദുക്കളെ തൊട്ട് കളിച്ചാൽ കാര്യം വ്യത്യസ്തമാണ്. വേറെ എന്തുമായിക്കോട്ടെ, പക്ഷെ അവരുടെ മതത്തിനെ വ്രണപ്പെടുത്താൻ നോക്കുകയാണെങ്കിൽ ആ കാര്യം വ്യത്യസ്തമാണെന്ന് നമ്മുടെ വിശ്വാസത്തെ ഇപ്പം തന്നെ ഈ ഷംസീറിക്ക പലരും ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഷംസീർ സഖാഫിക്ക് ഏത് ദൈവത്തെയാണ് ഷംസീർ സഖാഫി ഉദ്ദേശിച്ചത്? മിത്ത് ദൈവത്തെയാണോ മുത്ത് ദൈവത്തെയാണോ എന്നൊക്കെ പറഞ്ഞാൽ ട്രോളാണ്. ഇതൊക്കെ എന്താണെന്നറിയാമോ? ഇവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നതാണ് ഇന്ന പോലെ പറയണമെന്ന്. 3 തരത്തിലെ വ്യത്യസ്തമായ ലഘുലേഖകളുമായിട്ടാണ് വീടുകളിൽ ചെല്ലുന്നത്. ഇപ്പോൾ പുറത്തെൻ്റെ വീടിന് പുറത്ത് പത്മശ്രീ PS മേനോൻ, അപ്പം ഞാൻ ഹിന്ദുവാണ്, അപ്പം ആ ലഘുലേഖ എൻ്റെ കയ്യിൽ തരും. അപ്പുറത്ത് താമസിക്കുന്ന ചേട്ടൻ ലീലയും
ജോസഫും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനാണ് തൊട്ട് ഡയഗനലി ഓപ്പോസിറ്റ് താമസിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ജോസഫ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ജോസഫിനുള്ള ലഘുലേഖ കൊടുക്കും. ഞാനും ചേട്ടനും സംസാരിച്ചില്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കും ഈ ലഘുലേഖ ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്നതെന്ന് വിചാരിക്കും. അപ്പം ഇവർക്ക് ബുദ്ധി അതിഗംഭീരമായ ബുദ്ധിയാണ് കേട്ടോ. ഇലക്ഷൻ അടുത്തിരുത്തി നിൽക്കുമ്പോൾ അദ്ദേഹം മാപ്പ് പറഞ്ഞതിന് തുല്യമല്ലേ, ഷംസീർക്ക മാപ്പ് പറഞ്ഞതിന് തുല്യമല്ലേ. ഇപ്പൊ ഗണപതി മിത്താണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് പ്രൂഫ് ഉണ്ടോ? അതാണ്, എന്തോരം പ്രതിഷേധങ്ങൾ അതിനെ തുടർന്ന് ഉണ്ടായില്ലേ. അതെ, എന്തും പറയാം, നമ്മളുടെ മേത്ത് കുതിര കയറാം എന്നുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറി എന്നുള്ളതിൻ്റെ പ്രഥമ ഉദാഹരണമാണ് ഷംസീറിക്ക ഇപ്പം മാറ്റി ചുവട് കളിക്കുന്നത് അല്ലേ. അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നുന്നു ദൈവത്തിന്റെ പൈസ എടുക്കരുതെന്ന്. പൈസ നമ്മളാണ് കൊടുക്കുന്നത്. ഇലക്ഷൻ അടുത്തല്ലോ, ഇലക്ഷൻ എടുക്കുമ്പോൾ ഇതും ഇതിന്റെ അപ്പുറവും പറയും, സംസ്ഥാപരാധം വന്ന് ചെയ്യും. ഗണപതി ഭഗവാന്റെ മുമ്പിൽ പോയി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഏത്തോടുവാണ്. അതുവരെ വേണമെങ്കിൽ ഇവരെ നേതാക്കന്മാർ പഴവങ്ങാടി ഗണപതിയുടെ മുമ്പിലോ മള്ളിയൂർ ഗണപതിയുടെ മുമ്പിലോ പോയി നിന്ന് അവരെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ചെയ്യും. അവർക്ക് അതിനും ഒരു മടിയില്ല. എങ്ങനെയും ഭരണത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുക, കേരളത്തിനെ അറബിക്കടലിലേക്ക് പരശുരാമൻ്റെ കയ്യിലേക്ക് പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ല എന്ന് പറഞ്ഞ അരിവാള് കൊണ്ട് ഇതിന് പകരം ഇവർ അരിവാള് കൊണ്ട് വെട്ടി കേരളത്തിനെ അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കും. അത്രയ്ക്ക് മോശമായൊരു ഭരണമാണ് നടക്കുന്നത്. എന്താണ് നമ്മളുടെ പിണറായി സഖാവ് ഉൾപ്പെടെ ഓരോ ഗോവിന്ദൻ മാസ്റ്റർ, ടീച്ചർ ശൈലജ ടീച്ചർ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ എന്താണ് പഠിപ്പിച്ചിരുന്നതെന്ന് ആലോചിച്ചാൽ ചിലരൊക്കെ തുന്നൽ ടീച്ചറായിരുന്നു എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടി ടീച്ചറെന്ന് ചേർത്ത് വെച്ചിരിക്കുന്നു. ഇവരൊക്കെ എന്താണ് ഇപ്പോൾ നടക്കുന്ന യാത്രയിൽ പറയുന്നത്? ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം മൂടി വയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ഏറ്റവും സത്യവരായ ആൾക്കാർ, ജനനന്മയ്ക്ക് വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാർ, ഈ നേതാക്കന്മാരുടെയൊക്കെ ആസ്തി അറിയുവാൻ വേണ്ടിയിട്ട് ഒരു RTI കൊടുക്കണം എന്ന് എനിക്ക് ചിലപ്പോഴെങ്കിലും, എനിക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും തോന്നാറുണ്ട്. ഇത്രയും പാവപ്പെട്ട ആൾക്കാർക്ക് എങ്ങനെ കാറിൽ സഞ്ചരിക്കാൻ പറ്റുന്നു? ഷംസീറിൻ്റെ ഉൾപ്പെടെയുള്ള ഭാര്യ ഇവിടെ ഇരിക്കുന്നു, പ്രൊഫസറല്ലേ. എല്ലാ പ്രൊഫസർമാരുടെയും ഭർത്താക്കന്മാർ, ഈ നേതാക്കന്മാരുടെ ഭാര്യമാരെല്ലാം ഉന്നത പദവികളിലാണ്. അതാ ഞാൻ പറഞ്ഞ എല്ലാ പ്രൊഫസർമാരുടെയും ഭർത്താക്കന്മാർ CPMൻ്റെ വലിയ ഉയർന്ന നിലയിലിരിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, ഇവരുടെ ഭാര്യമാർക്ക് മാത്രമേ PhD ഉള്ളൂ. ഇതൊക്കെ ഒന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ലേ. നിയമനങ്ങളും കോടതി കയറുന്നത് നമ്മൾ പിൻവാതിൽ നിയമനങ്ങളാണ്. ഇവരൊന്ന് പഠിച്ച് PhD എടുത്ത PhD നമ്മൾ കണ്ടു. നമ്മുടെ ചിന്താ ജെറോമിൻ്റെ യൂത്ത് അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ അവർ താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു. യൂത്ത് കമ്മീഷനായിരിക്കുമ്പോൾ ഭൂഖണ്ഡങ്ങൾ, ഇപ്പോൾ ഒരു ട്രോള് വരുന്ന ഭൂഖണ്ഡങ്ങളിലൊക്കെ പോയി നമ്മുടെ ഭൂഖണ്ഡം കേരളം ഫ്രാൻസ് ഒക്കെ ഭൂഖണ്ഡങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെയാണ് പിടിച്ച് നമ്മുടെ ആര്യ രാജേന്ദ്ര കാര്യം പറയാൻ ഒരു കൊച്ചു യുവസുന്ദരിയെ പിടിച്ച് മേയറാക്കി. ഇനി അതിൽ കൂടുതലൊന്നും ഒരു വിഡ്ഢിത്തരം പറയാനും ചെയ്യാനുമില്ല. പക്ഷേ ഇനി 2 മാസം 3 മാസം നമ്മളുടെ ദൈവങ്ങൾക്ക് ഇവർ കൊടുക്കാൻ പോകുന്ന എലിവേറ്റഡ് സ്റ്റാറ്റസ് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഗുരുവായൂരപ്പനെ അവർ പ്രണമിക്കും, അയ്യപ്പസ്വാമിയെ പ്രണമിക്കും, അവിടെ പോയി മല കയറുന്നതിൻ്റെ ഇത് വരും, ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്ന് ആരാധിക്കുന്നതിൻ്റെ വരും, ചോറ്റാനിക്കരമ്മയെ കാണുന്നതിൻ്റെ വരും, കണ്ണൂരാണെങ്കിൽ മുത്തപ്പൻ്റെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ വരും, തെയ്യത്തിനോടൊപ്പം. ഇപ്പോൾ അവിടെ തെയ്യത്തിൻ്റെ സമയമാണ്. അപ്പോൾ തെയ്യത്തിനോടൊപ്പം വേണമെങ്കിൽ പറ്റുകയാണെങ്കിൽ തെയ്യം തന്നെയായിട്ട് അവർ മാറാനും ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കട്ടെ പ്രജിത, ഇലക്ഷൻ 5 കൊല്ലത്തിലൊരിക്കലല്ല, 1 കൊല്ലത്തിൽ വരണം. കൊല്ലത്തിലൊരിക്കൽ ഇലക്ഷൻ വരണം. അപ്പം നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. മറ്റേത് 5 കൊല്ലം ഇവർ പറയുന്ന സഹിക്കുന്നതിൻ്റെ ഇവർ പറയുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇവരിറക്കുന്ന പ്രകടന പത്രികയും നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ. ഒന്നും നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റില്ല. 4.5 കൊല്ലത്തിലാണ് അവർ തുടങ്ങുന്ന പണി. ഞങ്ങൾ തുടങ്ങി, ഞങ്ങളുടെ പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങി. കൊല്ലത്തിലൊരിക്കലാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ടിക്കടിച്ച് പോകണ്ടേ. പ്രളയം കഴിഞ്ഞിട്ടുള്ളതിൻ്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാലോ 10,000 രൂപ. ഇപ്പോൾ വലിയ യുദ്ധം നടക്കുന്നുണ്ട്. നമ്മളിത് സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി. VD സതീശനും പിണറായി സഖാവും തമ്മിൽ ചൂരൽമല ദുരന്തത്തിന് വന്ന വീടുകൾ പണിത് കൊടുത്തില്ല. കോൺഗ്രസ് പറഞ്ഞ വീടുകൾ പണിത് കൊടുത്തിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലം തരണം, ഞങ്ങൾ സ്ഥലം മേടിച്ചിട്ടാണ് വീട് വെച്ച് കൊടുക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ജോലിയാണോ പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണോ വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത്? എനിക്ക് പരിചയമുള്ള ഒരു സന്നദ്ധ സംഘടന പറയുകയുണ്ടായി, അവർ 150 വീട് അവിടെ വെച്ച് കൊടുക്കുന്ന വീട് 2 നില വീടാണ്, 13 ലക്ഷം രൂപയാണ് ഒരു വീടിൻ്റെ ഇത്. നമ്മൾ വച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ പിണറായി സഖാവ് പറഞ്ഞു വേണ്ട,
ആ പൈസ അവിടുത്തെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയാണല്ലോ ഇവർക്ക് വലുത്, സെക്രട്ടറിയുടെ കൊടുത്താൽ മതി എന്ന് അവർ പറഞ്ഞു വേണ്ട, കാരണം അത് ബ്രാഞ്ചിലേക്ക് പോകും, പിന്നെ ഇവരുടെ ഇത് ഓരോന്നിലേക്കും പോകും, തിരഞ്ഞെടുപ്പിലേക്ക് പോകും. അപ്പം 150 × 13 ലക്ഷം എത്ര കോടി രൂപയെ അവർ ഞങ്ങൾക്ക് അവിടെ വീട് വെക്കണ്ട. അവർ പഹൽഗാമിൽ ഇപ്പോൾ വെച്ച് കൊടുക്കുന്നു, അവർ ഛത്തീസ്ഗഡിൽ വെച്ച് കൊടുക്കുന്നു, എല്ലാ സ്ഥലത്തും വെച്ച് കൊടുക്കുന്നു. മലയാളികളുടെ ഒരു സംഘടനയാണ്. അപ്പം നാം പറഞ്ഞു വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ പൂരമാണ്. പൂരം പറഞ്ഞറിയിക്കണമെന്ന് നമ്മൾ ചോദിക്കും. തെരഞ്ഞെടുപ്പെടുക്കുന്ന കാലത്ത് വിലയുള്ള നോട്ട് എന്ന് പറഞ്ഞാൽ വോട്ട് ഇതൊന്നും പറയാം, നോട്ടെന്നാണ് ആ പാട്ട്. അത് തന്നെയാണ് ഇവിടെ ഷംസീർ നോട്ടും കൊടുക്കാൻ തയ്യാറാണ്. അതെ, ഷംസീർ ഇപ്പൊ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശവും വോട്ട് തന്നെ അടിസ്ഥാനമാക്കിയിട്ടാണ്. തീർച്ചയായിട്ടും. കാരണം മെജോറിറ്റി 54% ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളുടെ മനസ്സ് വ്രണപ്പെട്ടിരിക്കുകയാണ്. ആ വ്രണം മാറ്റാനായിട്ട് നമ്മുടെ മനസ്സിലെ തപിച്ചിരിക്കുന്ന മനസ്സിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് അവസ്ഥയിലേക്കും അവർ പോകും. കാരണം മൂന്നാമത്തെ ഭരണം അവർക്ക് വേണം, അല്ലെങ്കിൽ ഈ പല RTIയും വരും, പലരും കുടുങ്ങുമെന്ന് അവർക്ക്, പലരുടെയും ജോലി പോകും, ഭാര്യമാരുടെ എന്നൊക്കെ അവർക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി അവർ കാര്യം കാണാൻ ഞാൻ പൊതുജനങ്ങളുടെ കാലുകൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയണം. പക്ഷേ പ്രജിത ഒരു കാര്യം പറയണം, കാര്യം കാണാൻ കഴുതക്കാലും പഠിക്കുന്നുണ്ട്. നമ്മൾ കഴുതകളായിട്ടില്ലേ പിന്നെയും ഇവർക്ക് നമ്മളിങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. ഇത്തവണ ജനം അത് തിരുത്തട്ടെ. നമ്മൾ ഇത്തവണ കുതിരകളെ പോലെ ഒറ്റ ഫോക്കസിൽ നമുക്ക് നല്ലത് വരണം എന്നുള്ളതിൽ നമ്മൾ പോട്ടെ. വി ആർ നോ മോർ കഴുതാസ്, വി ആർ ഹോസസ് അല്ലേ? അതെ.